ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന വേദികളിൽ ഒന്ന് അമേരിക്കയാണ്. കളി ഇപ്പോൾ ഇന്ന് ലോകകപ്പ് തുടങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ ലോകകപ്പ് വേദിയാകുന്നത് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമാണ്. അപ്പോൾ അമേരിക്ക വേദിയാകുമ്പോൾ അമേരിക്കയിൽ വേദിയായതിൻ്റെ ഒരു ചൂടും പാവൊന്നും പുറം ലോകത്തിന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാര്യം ഇത്രയും പ്രശ്നം ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധമൊക്കെ നടക്കുന്നു. അതിൻ്റെ പ്രശ്നത്തിൻ്റെ ഏറ്റവും മൂലാധാരമായിട്ടുള്ള രാജ്യം. അപ്പോൾ ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പം ആദ്യത്വം അവരാണ് ഇതിൻ്റെ ആതിഥേയം വഹിക്കുന്നത്. ഈ ആതിഥേയം വഹിക്കുമ്പോൾ അദ്ദേഹം അവിടെ വേദിയിൽ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്, വേറെ കുറച്ച് വാർത്തകളുണ്ട്, നമുക്ക് സംസാരമധ്യേ പറയാം. ഏതായാലും ലോകകപ്പിൻ്റെ ഇതുവരെയുള്ള സംഘാടന ചരിത്രത്തിൽ നൂറ്റാണ്ട് പിന്നിട്ട ലോകമേളയാണല്ലോ ലോകകപ്പ്. തീർച്ചയായിട്ടും ആതിഥേയ രാജ്യങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒന്നെങ്കിൽ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ആതിഥേയ രാജ്യം പങ്കെടുക്കുന്ന മത്സരത്തിലോ ആ രാഷ്ട്രത്തലവൻ അവിടെ പങ്കെടുക്കുക എന്നുള്ളൊരു കീഴ്വഴക്കമുണ്ട്. പക്ഷേ അമേരിക്കയിലോട്ട് ഈ മത്സരം വന്നപ്പോൾ ട്രംപിനെ ആ 7 ഇലക്കത്ത് കാണാനില്ല. അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ 12-ാം തീയതി പരാഗ്വേക്കെതിരെയായിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ മത്സരം. അമേരിക്ക ജയിച്ചു 4 ഗോളിന് ജയിച്ചു. അതിനിടയിൽ ചില രസകരമായ സംഗതികൾ വേറെയുണ്ട്. ഏതായാലും ട്രംപ് അങ്ങോട്ടേക്ക് വന്നില്ല. പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കഴിഞ്ഞ 14-ാം തീയതി ആയിരുന്നു ട്രംപിൻ്റെ 80ാമത് പിറന്നാൾ, കഴിഞ്ഞ 14-ാം തീയതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരക്കിലായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് വൈറ്റ് ഹൗസിൽ ചില അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇറാനുമായിട്ട് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം, ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അദ്ദേഹത്തിന് നിന്ന് തിരിയാൻ നേരം ഉണ്ടായില്ല. അതുകൂടാതെ അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളുടെ ഭാഗമായിട്ട് എങ്ങനെ ആ ആഘോഷം വെറൈറ്റി ആക്കണം എന്ന് നോക്കിയപ്പോൾ ട്രംപ് കണ്ടുപിടിച്ചൊരു പരിപാടി, ഈ UFC എന്ന് പറയുന്ന ഒരു ബോക്സിംഗ് മത്സരമുണ്ട്. ഈ സാധാരണഗതിയിൽ ഈ ബോക്സിംഗ് മത്സരം എന്ന് പറയുന്നത് ഇതാണ്, പ്രൊഫഷണൽ ഫൈറ്റിംഗ് ആണ്, രക്തം ചിന്തിയുള്ള കളിയാണ്. സാധാരണഗതിയിൽ അതെങ്കിലും സ്റ്റേഡിയത്തിലാണ് നടക്കുക. പക്ഷേ ഇത് നടന്നത് നമ്മുടെ വൈറ്റ് ഹൗസിൻ്റെ പരിസരത്ത് തന്നെ. അവിടെ തന്നെ വേദിയൊക്കെ ഉണ്ടാക്കി അവിടെ തന്നെ ഈ മത്സരം നടത്തിച്ച് ആദ്യമായിട്ടാണ് അവിടെ അമേരിക്കൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിറന്നാളിന് ചോര പൊടിഞ്ഞ് കാണണം. അപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ഒരു ബോക്സിംഗ് മത്സരം വേദിയാവുന്നത്. ഏതായാലും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ട്രംപിന് പ്രാധാന്യം ലോകകപ്പ് വേദിയല്ല, അതിനേക്കാൾ പ്രാധാന്യം ഇങ്ങനെയുള്ള ചില സംഗതികളായിരുന്നു. ഇടി മത്സരം. ഇനി ട്രംപിന് വേറെയും ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. 80 വയസ്സായി. 80 വയസ്സ്. അപ്പോൾ ട്രംപ് നമ്മളിപ്പോൾ കരുതും അദ്ദേഹത്തിന് ഈ കായിക ഇനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, അദ്ദേഹം ഈ ഫുട്ബോൾ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം വരാതിരുന്നത്. അങ്ങനെയല്ല. പക്ഷേ അദ്ദേഹം വലിയ കായിക പ്രേമിയാണ്. അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെയൊക്കെ വലിയ സംഘാടകനൊക്കെ ആയിരുന്നു. ട്രംപ് എന്ന് പറയുന്ന ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻ്റാണ് വാസ്തവത്തിൽ അമേരിക്കയിൽ. പല വലിയ ബിസിനസ് മാമാങ്കങ്ങളുടെയും കായിക മാമാങ്കങ്ങളുടെയും മുഖ്യ സ്പോൺസർമാർ. അതുകൊണ്ട് ട്രംപ് അത്തരം വേദികളിൽ മിക്കവാറും, പ്രത്യേകിച്ച് ഈ സൗന്ദര്യ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകളെ കാണുന്ന അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ, അത്തരം പരിപാടികളൊക്കെ ആയിരുന്നു ട്രംപിന്റെ മെയിൻ വീക്ക്നെസ്. അതായിരുന്നു ട്രംപിന്റെ. അങ്ങനെയുള്ള ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം ഈ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഈ വോളിബോൾ ലീഗ് ഉണ്ട്, NBA എന്നാണ് അതിനറിയപ്പെടുക. അപ്പോൾ അതിൻ്റെ ഫൈനലിന് അദ്ദേഹം നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിൽ കഴിഞ്ഞ വർഷം പോയിരുന്നു ഫൈനൽ മത്സരം നടക്കാൻ. സാധാരണഗതിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചരിത്രമാണ്, ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് NBA ഫൈനൽ കാണാൻ വരുന്നത്. സാധാരണഗതിയിൽ വലിയ സംഭവമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഉണ്ടായത് കൂക്കിവിളിയാണ്, കൂവി നാറ്റിച്ച് കളഞ്ഞ ട്രംപിനെ. അപ്പോൾ അതിൻ്റെ കാരണം ഇദ്ദേഹം ഈ വോളിബോൾ NBA സംഘാടകർക്കെതിരെ നേരത്തെ ചില വിവാദ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തോ വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു. കൂടാതെ ഈ മത്സരവേദി ന്യൂയോർക്കാണ്. ന്യൂയോർക്ക് പൊളിറ്റിക്കലി ഡെമോക്രാറ്റുകൾക്ക്, അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിക്ക് സ്വാധീനമുള്ള മേഖലയായിരുന്നു. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരുമ്പോൾ സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷാ പ്രോട്ടോക്കോൾ വർദ്ധിപ്പിക്കും. അത് കാണികൾക്ക് വലിയ അസൗകര്യം ഉണ്ടാക്കി. അങ്ങനെ ട്രംപ് അവിടെ ചെന്ന് കയറി കൊടുത്ത് കൂവി നാറ്റിച്ച്, അങ്ങനെ കൂവലോട് കൂവൽ, ആ ഒരു അനുഭവം കളിയുടെ രസം കൊല്ലി. ആ ഒരു അനുഭവം ട്രംപിനുണ്ട്. ഇനി അതുകൊണ്ടാണോ ഈ ലോകകപ്പ് വേദിയിലേക്ക് വരാതിരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതിന് കൃത്യമായ കാരണമുണ്ട്. ലോകകപ്പ് മത്സരങ്ങളുടെ ഇടയിൽ ഏറ്റവും വെറുപ്പിക്കൽ ഉള്ള ഒരു മത്സരവേദിയാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഈ അമേരിക്ക നിരന്തരമായി പങ്കെടുത്ത കുറേ യുദ്ധങ്ങൾക്ക് ശേഷമാണ് ഒരു ലോകകപ്പ് വേദി അമേരിക്ക വേദിയാകുന്നത്.
സാധാരണഗതിയിൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള കായികമായ ഒരു ഒരുമിക്കലാണ് നമ്മൾ ലോകകപ്പ് വേദിയിൽ കാണുക. ഫുട്ബോൾ അങ്ങനെയാണ്. അങ്ങനെ പക്ഷെ അവിടെയും ട്രംപ് ഭരണകൂടം കുറേ നിയന്ത്രണങ്ങൾ അങ്ങ് ഏർപ്പെടുത്തി. വല്ലാത്ത നിയന്ത്രണങ്ങൾ. ഇറാൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ കായിക താരങ്ങൾ മത്സരത്തിന് വേണ്ടി മാത്രം അമേരിക്കയിൽ പ്രവേശനം, അത് കഴിഞ്ഞ് അവർ നേരെ ഈ രാജ്യം വിട്ടോണം. അതും അവരെ ഒഫീഷ്യൽസ് എല്ലാവരും ഇല്ല. ഇല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം. പിന്നെ ഈ ലോകകപ്പ് വേദി ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ഏതാണ്ട് 32 36 രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതായത് അവിടെ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലോട്ട് വരുന്നതിനും പോകുന്നതിനും ഒക്കെ തടസ്സങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള പല രാജ്യങ്ങളും ലോകകപ്പിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചില ഒഫീഷ്യൽസ് വരുന്നുണ്ട്, ചില ഈ മറ്റ് ടീമുകളുടെ ഭാഗമായ ചില ടീം മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ അവരുടെ ഒഫീഷ്യലായിട്ടോ അവരുടെ ഫിസിയോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് പരിശീലക അങ്ങനെയുള്ള ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ വരുന്നവരെ പലരും അവർ ഈ ലോകകപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി വരുന്നതാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ ദേശീയതയുടെ പേരിൽ മടക്കി അയക്കുന്ന പരിപാടി. അല്ല, സെനഗലിന്റെ ഒരു റഫറിയെ പറഞ്ഞു. അതെ. അപ്പോൾ ഇത്തരം മനുഷ്യത്വരഹിതമായ അല്ലെങ്കിൽ ഇത്തരം ചില പരിപാടികളൊക്കെ നടത്തിയതിന് ശേഷം ഒരു ലോകകപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിനെ കൈ കിട്ടിയ കാണികൾ എന്തായിരിക്കും പ്രതികരിക്കുക? വെറുപ്പാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. കാണികൾ ഫുട്ബോളിന് മതമില്ല. ഫുട്ബോൾ അങ്ങനത്തെ ഒരു കായിക വിനോദമാണ്. അതിന്റെ പിറകെ അങ്ങനെയൊക്കെ അത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഏതായാലും അങ്ങനെയൊക്കെ ഒരു നടപടി എടുത്ത ഒരു ഭരണ നേതാവ് ഒരു മത്സരവേദിയിൽ എത്തുമ്പോൾ കാണികളുടെ പ്രതികരണം ഒരിക്കലും സന്തോഷിപ്പിക്കുന്നതായിരിക്കില്ല എന്നുള്ള ബേസിക് ആയിട്ടുള്ള തിരിച്ചറിവ് ട്രംപിനുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഈ വേദിയിൽ വരാതിരുന്നത്. പക്ഷേ അമേരിക്കയുടെ മത്സരങ്ങൾ അടുത്ത 20-ാം തീയതി ഓസ്ട്രേലിയക്കെതിരെയുണ്ട്, 26-ന് തുർക്കിക്കെതിരെയുണ്ട്. ട്രംപിന് വരണമെങ്കിൽ വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്, വരുന്ന 19-ാം തീയതി ജൂലൈ 19-ാം തീയതി ന്യൂജേഴ്സിയിലാണ് ഫൈനൽ നടക്കുക. ലോകകപ്പിൻ്റെ കലാശക്കൊട്ട് നടക്കുന്ന അവിടെയാണ്. അന്ന് സമ്മാനദാനം, ഈ ട്രോഫി കൈമാറുന്നത് ട്രംപ് ആയിരിക്കുമെന്ന് പറയപ്പെടുന്നു. അതിലും ഉറപ്പില്ല, ട്രംപ് തന്നെ ആകാനാണ് സാധ്യത. അപ്പോൾ ആ കാര്യത്തിൽ ഉറപ്പ് പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് രസകരമായ സംഗതികൾ കൂടി ഉണ്ടായിരുന്നു. നമ്മൾ കരുതും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മാത്രമാണ് ഈ മത്സരവേദിയിൽ നിന്ന് വിട്ടുനിന്നതെന്ന്. അങ്ങനെയല്ല, 3 രാജ്യങ്ങളാണ് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ളത്. ഒന്ന് മെക്സിക്കോ, കാനഡ. ഇതിൽ മെക്സിക്കോയുടെ ഭരണാധികാരി ഒരു വനിതയാണ്. അവരുടെ പേര് ക്ലൗഡിയ ഷെയ്ൻബാഗം എന്നാണ്. ഇവര് പ്രതിഷേധിക്കുകയാണ്. കാര്യം ഈ ലോകകപ്പിന്റെ ടിക്കറ്റ് നിരക്ക്, കാണികൾക്കുള്ള ടിക്കറ്റ് നിരക്ക് ഭീകരമാണ്. അവർക്ക് മെക്സിക്കോ എന്ന് പറയുന്ന അത്ര സമ്പന്ന രാഷ്ട്രം, മെക്സിക്കോ എന്നല്ലേ കുടിയേറ്റക്കാർ അങ്ങോട്ട് കയറുന്നത്. അതെ, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വരുന്ന മെക്സിക്കൻ. അപ്പൊ ഈ ടിക്കറ്റ് നിരക്കിന്റെ ചാർജ് ഭീകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ മത്സരം ബഹിഷ്കരിച്ചു. ഇവരുടെ സൗത്ത് ആഫ്രിക്കക്കെതിരെ ആയിരുന്നു ആദ്യത്തെ കളി. ആ മത്സരം ബഹിഷ്കരിച്ചിട്ട് ഇവരുടെ ടിക്കറ്റ് അവര് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്തു. മനസ്സിലായി. അപ്പോൾ അതിനൊരു മത്സരം സംഘടിപ്പിച്ചു. അതായത് ഈ സ്കിൽ ഗെയിംസ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ബോൾ ഡ്രിബിൾ ചെയ്യുക, അതേപോലുള്ള സ്കിൽ ഗെയിംസ് ഒക്കെ നടത്തിയിട്ട് ഒരു പെൺകുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ VIP ഗാലറിയിൽ 1-ാം നമ്പർ ടിക്കറ്റ് ഈ മെക്സിക്കൻ പ്രസിഡന്റിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ആ ടിക്കറ്റിൽ ഒരു സാധാരണ ഒരു 21 വയസ്സുകാരി പെൺകുട്ടിയാണ് ഇരുന്ന് കളി കണ്ടത്. ഈ മെക്സിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്തു? അവരുടെ നാട്ടിൽ ഈ ആരാധക കൂട്ടായ്മകളുണ്ടല്ലോ, ഇപ്പോൾ ഈ എന്താ പറയുക, ഈ ഫാൻ ക്ലബ്, അതേപോലൊരു സ്ഥലത്ത് പോയിരുന്നുകൊണ്ട് സാധാരണക്കാർക്കൊപ്പം നിന്ന് കളി കണ്ടു. ഇതാണ് അവർ ചെയ്തത്. ഇനി കാനഡയും ഇതിലൊരു ആതിഥേയ രാജ്യമാണ്. കാനഡയുടെ ആതിഥേയ പ്രധാനമന്ത്രി മൈക്ക് കാർണി, അദ്ദേഹത്തിനും മത്സരം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹവും ഈ മത്സരം വേണ്ടാന്ന് വെച്ചിട്ട് നേരെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഫ്രാൻസിൽ പോയേക്കുക. ഔദ്യോഗിക യാത്രാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാണ് മൈക്ക് കാർണിയും സ്ഥലത്തുണ്ടായിരുന്നില്ല. പക്ഷേ കാനഡയിൽ ഒരു രസമുണ്ടായി. കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, അദ്ദേഹം കാനഡ ബോസ്നിയ മത്സരം അവിടെ നടക്കുമ്പോൾ അദ്ദേഹം ആ മത്സരം കാണാതെ നേരെ അമേരിക്കയിലേക്ക് വെച്ചു പിടിച്ചു. അവിടെ അമേരിക്കയും നമ്മുടെ പരാഗ്വേയുമായിട്ട് മത്സരം നടക്കുകയാണ്. അത് കാണാനാണ് കാനഡയുടെ മുൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ വന്നത്. അതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ കാമുകി കാറ്റി പെറി എന്നാണ് അവരുടെ പേര്. അവർ ഈ മത്സരത്തിന് മുമ്പായിട്ട് അവരുടെ ഗാനപരിപാടിയുണ്ട്, പാട്ടുപാടലുണ്ടായിരുന്നു. മനസ്സിലായി. അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട കാമുകൻ എന്ന നിലയിൽ കാമുകിയുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ മുൻ പ്രധാനമന്ത്രി സ്വന്തം രാജ്യത്തിൻ്റെ കളി അവിടെ നടക്കുമ്പോൾ അത് വേണ്ടെന്ന് വെച്ച് ഇപ്പം ഇദ്ദേഹം എയറിലാണ്. അതിൻ്റെ പേരും പറഞ്ഞ് ഇദ്ദേഹത്തെ ഇപ്പോൾ കളിയാക്കി കൊല്ലുകയാണ്. അപ്പോൾ ഇതാണ് നടന്നത്. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഇത്രയും വെറുപ്പിക്കലൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹം ലോകകപ്പ് വേദിയിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യത്തെ പ്രധാന പ്രശ്നമാണ്. വന്നാൽ
ആളുകളുടെ സ്വീകരണം ഒട്ടും. അല്ല, അദ്ദേഹത്തിന് കായിക വിനോദത്തോടൊന്നും ഒരു താല്പര്യം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇറാനെ ചെയ്യാവുന്ന ഒരു ടീമിന് ഇത്രയും, അതായത് കളിക്കാൻ വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? അത് അവരോട് കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആ ഒഫീഷ്യൽസിനോടൊക്കെ പെരുമാറിയത്, അവരെ കളിച്ചു കഴിഞ്ഞാൽ കളി തീർന്നാൽ നേരെ പൊക്കോണം, അതും അമേരിക്കയിലില്ല കളി, മെക്സിക്കോയിലാണ് നിങ്ങളുടെ കളി, അങ്ങനെയൊക്കെ പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. പിന്നെ ആ റെഫറി, ലോകകപ്പ് ഫുട്ബോൾ എത്രയെങ്കിലും കാലം നിയന്ത്രിച്ച ഒരു റെഫറിയാണ് സെനഗൽ റെഫറി, അദ്ദേഹത്തിനെയാണ് പറഞ്ഞയച്ചത്. അതെല്ലാം അതുമാത്രമല്ല, ഖത്തർ വേൾഡ് കപ്പ് നടത്തുമ്പോൾ ഫിഫ ഇതിനെല്ലാം വളരെയധികം, അതായത് ഈ കളിയുടെ അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം കൂടി പറയാം. ഈ ഫിഫ എന്ന് പറയുന്നത് ഈ സമ്പന്ന രാഷ്ട്രങ്ങളുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന, പിന്നെ സ്പോൺസർമാരുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന മാത്രമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഇത് അവർ മറുത്തൊരു വർത്തമാനം പറയുന്നില്ല. ഈ ഫിഫ ചരിത്രത്തിൽ ആദ്യമായിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള മറ്റേ നോബൽ പ്രൈസ് കൊടുക്കും. അപ്പൊ അതേപോലെ ഒരു വേൾഡ് പീസ് ഒരു പ്രൈസ് തരപ്പെടുത്താൻ പോവാണ്. ഈ ട്രംപിന് കൊടുത്തു. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം, ഫിഫ പോലൊരു ബോഡി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവാർഡ് ആർക്കെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ ഈ ലോകകപ്പ് മുഖ്യ സംഘാടകനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത് ചെയ്തതായിരിക്കാം. അങ്ങനെ കൂടെ ചെയ്ത ഒരു അതിങ്ങനെ പറഞ്ഞു കേട്ടു കൊടുക്കുന്നു. അപ്പൊ കൊടുത്തു അല്ലേ? അങ്ങനെ സാധനം ഉണ്ട്. അപ്പൊ അതിന് അവരെ ന്യായീകരണം പറയുന്നത് ട്രംപ് നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു കൊടുത്തൊരു നേതാവാണ്. ഇത് ട്രംപിന്റെ തന്നെ അവകാശവാദം, അത് ഫിഫ അങ്ങ് ഏറ്റെടുത്തേക്കുകയാണ്. അപ്പൊ ഈ രീതിയിലുള്ള നിലപാടെടുക്കുന്ന ട്രംപിനെ ഒരിക്കലും ലോകകപ്പ് വേദിയിൽ ജനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കില്ല. ട്രോഫി കൊടുക്കാൻ അദ്ദേഹം വരുമെന്ന് നമുക്ക് ട്രോഫി കൊടുത്താൽ വന്നാൽ തന്നെയും അപ്പോഴും പ്രതികരണം മറ്റൊന്നാകാൻ സാധ്യത. ഖത്തർ വേൾഡ് കപ്പ് നടന്നപ്പോഴത്തേക്ക് ഫിഫ എന്തുമാത്രം പിന്നെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തരും, അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല. പക്ഷെ ഖത്തർ വേൾഡ് കപ്പ് ഒക്കെ നടന്നു പോയി നമ്മൾ അറിഞ്ഞു പോലുമില്ല ഈ ഇതിന് മുമ്പത്തെ. ഇപ്പൊ ഇവർക്ക് ഫിഫക്കാർക്ക് പ്രേം പറഞ്ഞ പോലെ ഒരു സ്പോൺസേഡ് സംഘടന ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം അമേരിക്കൻ പ്രസിഡന്റിനോട് ഒന്നും തന്നെ അവർ പറയുന്നില്ല, മറുത്തൊന്നും തന്നെ പറയുന്നില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ട്രോഫി കൊടുക്കാൻ അദ്ദേഹം എത്തുമോ എന്നുള്ളത്.